മാറ എന്ന് വിളിപ്പിൻ, സകലതും എൻ്റെ ജീവിതത്തിൽ കയ്പായിരിക്കുന്നു, എല്ലാം അന്യപ്പെട്ടു പോയി. എന്നാൽ അവൾ മടങ്ങി വന്ന് കുടുംബജീവിതം വീണ്ടും ആരംഭിക്കുമ്പോൾ ചാരത്തിൽ നിന്നും ആ കുടുംബത്തെ മനോഹരമായി പടുത്തുയർത്തുന്ന മനോഹര ദൃശ്യം ആ അധ്യായങ്ങളിൽ എഴുതി ചേർത്തിരിക്കുന്നത് നമുക്കൊരു പാഠമായി വിരൽ ചൂണ്ടുകയാണ്. വേദപുസ്തകത്തിലെ നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ചെറിയൊരു കുടുംബകഥയാണ്. കഥയെന്ന് പറയുമ്പോൾ ഒരു കെട്ടുകഥയല്ല, നടന്ന സംഭവകഥയാണ്. വേദപുസ്തകം വായിക്കുന്നവർക്ക് വളരെ സുപരിചിതമായ രൂത്തിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കൊച്ചു കുടുംബം. എലിമെലക് ഭർത്താവ്, നവോമി ഭാര്യ, അവർക്ക് ദൈവം ദാനമായി നൽകിയ 2 ആൺമക്കൾ മഹ്ലോൻ, കില്യോൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൊച്ചു കുടുംബം. എന്നാൽ അവർ താമസിച്ചിരുന്ന പട്ടണത്തിൽ ഒരു ക്ഷാമമുണ്ടായി. ആ ക്ഷാമം കാരണം അവർ മറ്റൊരു ദേശത്തേക്ക് ചേക്കേറാൻ അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ കൂടാരം അവർ മാറ്റിയടിക്കുന്നു. അങ്ങനെ ബെത്ലഹേമിൽ നിന്നും മോവാബിലേക്ക് പോകുന്നു. അധികം വൈകാതെ നാം ആ അധ്യായത്തിൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ കാണുന്നു, ആ കുടുംബനായകൻ ഈ ലോകം വിട്ട് യാത്രയാകുന്നു. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അകാലത്തിൽ ആ കുടുംബനാഥൻ അവിടെ പൊലിയുന്നു. വിധവയായ അമ്മയും അനാഥരായ മക്കളും ജീവിതം അവിടെ തുടരുന്നു. വിവാഹപ്രായമാകുമ്പോൾ മഹ്ലോനും കില്യോനും അവർക്കിഷ്ടപ്പെട്ട യുവതികളെ വിവാഹം കഴിക്കുന്നു. 10 വർഷം അവരുടെ ദാമ്പത്യ ജീവിതം മുമ്പോട്ട് പോകുന്നു. പക്ഷെ അവർക്ക് കുഞ്ഞുങ്ങളില്ല. 2 മക്കൾക്കും കുഞ്ഞുങ്ങളില്ല. വീണ്ടും അവർ പ്രയാണം തുടരുകയാണ്. താഴോട്ട് നാം വായിക്കുമ്പോൾ വീണ്ടും നമ്മെ ദുഃഖിപ്പിക്കുന്ന സംഭവം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, മഹ്ലോനും കില്യോനും ഈ ലോകത്തിൽ നിന്നും യാത്രയായി. മരണം അവരെയും മാടി വിളിച്ചു. നാട്ടുകാർ നോക്കുമ്പോൾ ഒരുപക്ഷെ അവർ നോക്കി പറയും, ഈ കുടുംബത്തിൽ പുരുഷന്മാർ വാഴാത്ത ഒരു കുടുംബം, ആണുങ്ങൾ വാഴത്തില്ല. മരണം അവരെ വേട്ടയാടുന്നു. ഒന്നിനു പുറകെ ഒന്നാലെ ദുരന്തങ്ങളുടെ ഒരു വേലിയിറക്കം നേരിടുന്ന ഒരു കുടുംബം. അമ്മ വിധവയായി മാറുന്നു. വിവാഹം കഴിച്ച മക്കൾ 10 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ല. വന്ധ്യത നേരിട്ട ഒരു കുടുംബം. തലമുറകൾ 2 പോയി. അങ്ങനെ വളരെ തകർച്ചയിലേക്ക് ആണ്ടുവീണ ഒരു കുടുംബം. ഞാനിങ്ങനെ വായിച്ച് ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളും എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ചോദിക്കാൻ തുടങ്ങി, എന്തുകൊണ്ട് ഈ കുടുംബത്തിന് ഈ അധപതനം സംഭവിച്ചു? എന്തുകൊണ്ട് ഈ കുടുംബം ഉയർച്ചയുടെ ഉച്ചകോടിയിൽ നിന്നും ഒരു ചില്ലുകൊട്ടാരം തകർന്നു വീഴുന്നത് പോലെ ഈ കുടുംബം എന്തുകൊണ്ട് തകർന്നടിഞ്ഞു? എൻ്റെ മനസ്സിൽ വേഗത്തിൽ വന്ന 3 ചിന്തയിൽ ഒന്നിതാണ്, അവരെടുത്ത തെറ്റായ തീരുമാനം. ദ റോങ് ചോയ്സ് ദേ മെയ്ഡ്. കുടുംബജീവിതത്തിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഓരോ ദിവസവും എത്രയോ തീരുമാനങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ബോധപൂർവവും അല്ലാതെയും ഓരോ ഡെയിലി ലൈഫിലും അനേക തീരുമാനങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. എന്നാൽ ദൈവമക്കളെ, നമ്മൾ ആഗ്രഹിക്കണം, ഏത് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ആലോചനയിൽ വലിയവനായ, പ്രവൃത്തിയിൽ ഭയങ്കരനായ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം മാത്രമേ നാം തീരുമാനങ്ങൾ എടുക്കാവൂ. വചനം പറയുന്നു, മനുഷ്യൻ്റെ മനസ്സിൽ ഒത്തിരി ആലോചനകളുണ്ടെങ്കിലും യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. ആ യഹോവയുടെ ആലോചനയ്ക്ക് വേണ്ടി നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തുമ്പോൾ അവിടെ ഒരു പരാജയം ഉണ്ടാകത്തില്ല. ഈ കുടുംബം ഒരു തെറ്റായ തീരുമാനമെടുത്തു എന്ന് പറയാൻ കാരണം, അവർ താമസിച്ചിരുന്ന സ്ഥലം ബെത്ലഹേം, അപ്പത്തിൻ്റെ ഭവനം, സുഭിക്ഷമായി താമസിച്ച വീട്. എന്നാൽ ആ ദേശത്തും ക്ഷാമമുണ്ടായി. അതിനർത്ഥം അപ്പത്തിൻ്റെ ഭവനത്തിലും ക്ഷാമമുണ്ടാകാം, ദൈവമക്കളുടെ കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം, യേശുവുള്ള ബോട്ടിലും പ്രശ്നങ്ങൾ വരാം, കോളിളക്കങ്ങൾ വരാം, തകരുമെന്ന് തോന്നിയേക്കാം. എന്നാൽ അതിൻ്റെ നടുവിലും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയോടെ നാം ദൈവിക തീരുമാനങ്ങൾ എടുക്കുക. താൽക്കാലിക നേട്ടത്തിന് വേണ്ടി അവർ നോക്കിയപ്പോൾ മറ്റൊരു ദേശത്ത് പോയാൽ, ക്ഷാമമില്ലാത്തടത്ത് പോയാൽ സുഭിക്ഷമായി ജീവിക്കാമെന്ന് അവർ ഓർത്തു. പക്ഷേ എൻ്റെ ചിന്തയിൽ അവരെടുത്ത ഒരു തെറ്റായ തീരുമാനമായിരുന്നു. പ്രശ്നങ്ങളുടെ നടുവിൽ ഒളിച്ചോടുന്നതല്ല, കുറുക്കുവഴികൾ കണ്ടെത്തുന്നതല്ല അതിന് പരിഹാരം. എന്നാൽ സർവ്വസൃഷ്ടമായ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ ഏത് കൊടും വലിയ പ്രശ്നത്തിൻ്റെയും നടുവിൽ പരിഹാരകനായി ആ ദൈവം ഇറങ്ങി വരും. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഫെബ്രുവരി മാസം തന്നെ
ക്രിസ്റ്റയുടെ മാതാവും പിതാവും അവരുടെ 36ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഈ ഫെബ്രുവരി ആദ്യത്തെ ആഴ്ച. വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുമ്പോൾ ക്രിസ്റ്റയോട് ഞാൻ ചോദിച്ചു, ഇത്രയും വർഷത്തിനിടയിൽ ഈ മാതാവിൻ്റെയും പിതാവിൻ്റെയും ജീവിതത്തിൽ, അവരുടെ വിവാഹ ജീവിതത്തിൽ കണ്ട നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റ 2-3 കാര്യങ്ങൾ പറഞ്ഞു. അതിലെന്നെ ചിന്തിപ്പിച്ച, എന്നെ ഓർപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. ക്രിസ്റ്റ പറഞ്ഞു, അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ കർത്താവിൻ്റെ വേലയുമായി ബന്ധപ്പെട്ട് അനേക വയലുകളിൽ അവർ അധ്വാനിച്ചതാണ്. അനേക വീടുകൾ കൂടാരം മാറി മാറി താമസം മാറ്റി അടിച്ചവരാണ്. ശുശ്രൂഷയിലും വ്യക്തിപരമായ ജീവിതത്തിലും പ്രയാസങ്ങൾ വരുമ്പോൾ അവർ പാർക്കുന്ന ഭവനത്തിൻ്റെ താമസിക്കുന്ന കിടക്കുന്ന കട്ടിലിനടിയിൽ ഒരു പായിട്ടിട്ടുണ്ട്. പ്രയാസങ്ങൾ വരുമ്പോൾ ആ പാ വലിച്ച് പുറകോട്ടിടും. രണ്ടുപേരും മുട്ടുകുത്തി പ്രാർത്ഥിക്കും, എന്താണ് ഇതിനൊരു പരിഹാരം? അങ്ങനെ രണ്ടുപേരും പ്രാർത്ഥിച്ച് ഓരോ പ്രതിസന്ധികളെയും അവർ മറികടന്നു. ഇത് കണ്ടു വളർന്ന മകൾ ഈ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഈ പ്രാർത്ഥന ജീവിതം കണ്ടും കേട്ടും അനുഭവിച്ചും വളർന്ന ക്രിസ്തുയുടെ ജീവിതത്തിലും പ്രാർത്ഥനയോടെ മാത്രമേ അവർ തീരുമാനമെടുക്കത്തുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്, ഈ കുടുംബത്തിന് സംഭവിച്ച പരാജയം എൻ്റെ ചിന്തയിൽ, അവർ തെറ്റായ ഒരു ദേശം തിരഞ്ഞെടുത്തു. ദേ സെലക്റ്റഡ് ദ റോങ് പ്ലേസ്. നമ്മൾ താമസം മാറ്റിയടിക്കുന്നതിന് കുഴപ്പമില്ല, ട്രാൻസ്ഫറായി പോകുന്നതിന് കുഴപ്പമില്ല, അക്കരപ്പച്ച കണ്ട് മറ്റു രാജ്യങ്ങളിൽ പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ എപ്പോഴും നാം ചിന്തിക്കണം, പോകുന്ന സ്ഥലം ദൈവഹിതപ്രകാരമുള്ള ഒരു സ്ഥലമാണോ? ജോലി സംബന്ധമായി, കുടുംബ സംബന്ധമായി, മറ്റു കാര്യങ്ങളിൽ പഠന സംബന്ധമായി കോളേജുകൾ തിരഞ്ഞെടുക്കും, സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കും. നമ്മുടെ കണ്ണിന് ആകർഷിക്കുന്നതായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, പ്രാർത്ഥനയോടെ സ്ഥലങ്ങൾ പോലും നമ്മൾ തിരഞ്ഞെടുക്കുക. ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ സഭകൾ മാറി മാറി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, സ്ഥലങ്ങൾ മാറി മാറി പോകുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ പോകുന്ന സ്ഥലത്ത് ഇന്ന് അഭിമുഖീകരിക്കുന്നതിനേക്കാളും വലിയ പ്രശ്നങ്ങളായിരിക്കും അവിടെ നമ്മളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് അക്കരപ്പച്ച തേടിപ്പോയിട്ട് കാര്യമില്ല, ദൈവഹിതപ്രകാരമുള്ള സ്ഥലമായിരിക്കണം. ഈ വ്യക്തികൾ അവിടെ ക്ഷാമമുണ്ടായപ്പോൾ അവർ തിരഞ്ഞെടുത്തത് മോവാബ് സ്ഥലമാണ്. മോവാബ് എന്ന സ്ഥലം വേദപുസ്തകം വായിക്കുമ്പോൾ ദൈവത്താൽ ശപിക്കപ്പെട്ട ഒരു പട്ടണം, മനുഷ്യർ ശപിച്ച ഒരു സ്ഥലം. പക്ഷേ കുറുക്കുവഴിയായി ഈ വ്യക്തികൾ, ഈ കുടുംബം തേടിപ്പോയത് ആ സ്ഥലം. തങ്ങൾ താമസിച്ച സ്ഥലത്ത് ക്ഷാമമുണ്ടായി, എന്നാൽ ഈ ദേശത്ത് ക്ഷാമമില്ല എന്ന് കണ്ടപ്പോൾ സുഭിക്ഷമായി ജീവിക്കാമല്ലോ എന്നോർത്ത് പോയ സ്ഥലത്ത് അവർ പ്രതീക്ഷിച്ചതിലും വലിയ ദുരന്തങ്ങൾ അവരുടെ കുടുംബത്തിൽ നേരിടേണ്ടി വന്നു. തെറ്റായ സ്ഥലം, ദൈവമില്ലാത്ത സ്ഥലം, ദൈവഹിതമല്ലാത്ത സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ സ്ഥലങ്ങൾ ഓർക്കുക. കുടുംബ ജീവിതമാകട്ടെ, നമ്മുടെ ജോലി ജീവിതമാകട്ടെ, ജയിക്കണമെങ്കിൽ ശരിയായ ദൈവഹിതപ്രകാരമുള്ള ദൈവം വസിക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം. കമ്പിവാചകത്തിൽ ഒരു വാക്കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. മറ്റൊരു പരാജയം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് തെറ്റായ ബന്ധങ്ങൾ. തെറ്റായ ബന്ധങ്ങൾ. വചനം വ്യക്തമായവരോട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഇണയില്ലാ പിണ കൂടരുത്. മോവാബ് ദേശത്ത് നിന്നും പുരുഷന്മാരെയോ ഭാര്യമാരെയോ ഭർത്താക്കന്മാരെയോ നിങ്ങൾ സ്വീകരിക്കരുത്. 7 തലമുറ വരെ ദൈവത്താൽ നിരോധിക്കപ്പെട്ട ജനങ്ങൾ. എന്നാൽ ഈ മഹ്ലോനും കില്യോനും തിരഞ്ഞെടുത്തത് ദൈവത്താൽ മോവാബ് ദേശത്തിൽ പാർത്തപ്പോൾ ദൈവഹിതത്തിന് വിരോധമായ ബന്ധങ്ങളിലേക്ക് അവർ പോയി. ഒരുപക്ഷെ അവരുടെ കണ്ണിന് അവർക്ക് ഇമ്പമായി തോന്നിയത്, ആകർഷിതമായി തോന്നിയത് അവിടുത്തെ ദൈവമില്ലാത്ത കുഞ്ഞുങ്ങൾ, ദൈവമില്ലാത്ത മക്കൾ. സൗന്ദര്യമുണ്ടായിരുന്നു കാണാം, വിദ്യാഭ്യാസം എല്ലാം ഉണ്ടായിരുന്നു കാണാം. എന്നാൽ ദൈവമില്ലാത്തവരുമായി ഇണയില്ല പിണകൂടി, ദൈവമില്ലാത്ത ബന്ധങ്ങൾക്ക് അവർ കൈകൊടുത്തു. എന്നാൽ ഇന്ന് പകൽ ഏറ്റവും എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം, ക്രിസ്റ്റയും റോയിയും ഒരു ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റഗ്രാമിലൂടെയോ ഒരു ചാറ്റിങ്ങിലൂടെയോ അല്ല ഈ ബന്ധത്തിലേക്ക് ചുവടുകൾ വെച്ചത്. ഇരുവരുടെയും മാതാപിതാക്കൾക്ക് അവർ വിട്ടുകൊടുത്ത് ദൈവഹിതപ്രകാരമുള്ള ഈ ആലോചനയ്ക്ക് അവർ യെസ് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഇവരുടെ തീരുമാനം യഹോവയാലുള്ളതാണ്. അനുഗ്രഹിക്കപ്പെട്ട ബാബു പാസ്റ്റർ കൂടെയാണ് ഈ ആലോചന വന്നത്. അതുകൊണ്ട് ഷാജി പാസ്റ്റർക്ക് മറ്റ് കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. പ്രാർത്ഥിച്ചപ്പോൾ ദൈവനിയോഗപ്രകാരം നമ്മൾ മുന്നേറുന്നു. അവരെടുത്ത തീരുമാനം ഞാൻ വിശ്വസിക്കുന്നു ദൈവത്താൽ അവർ യോജിക്കപ്പെടുമ്പോൾ ഈ കുടുംബജീവിതം യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. പ്രിയമുള്ളവരെ, റോങ് ചോയ്സ്, റോങ് പ്ലേസ്, റോങ് റിലേഷൻഷിപ്പ്. ദൈവമില്ലാത്ത എല്ലാം തകർന്നടിയും. അവസാനമായി എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അവിടുത്തെ അമ്മ നവോമി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്.
2 മരുമക്കൾ വന്നു. ഒരാൾ വിളംബരം ചെയ്ത് വിട്ടുപോയി. എന്നാൽ മറ്റു മരുമകൾ പറഞ്ഞു, അമ്മേ, അമ്മയുടെ ദൈവം എൻ്റെ ദൈവം, അമ്മയുടെ ജനം എൻ്റെ ജനം. അമ്മ പോകുന്നിടത്ത് ഞാനും പോകും, അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും. ഭർത്താവ് മരിച്ചിട്ടും ആ മരുമകൾ അമ്മയുടെ ജീവിതത്തിൽ ശരിയായ വിശ്വാസം കണ്ടു. എല്ലാം തകർന്നപ്പോൾ നവോമി ഒരു കാര്യം തീരുമാനിച്ചു. അവൾ പറഞ്ഞു, ഇതെല്ലാത്തിൻ്റെയും തകർച്ചയ്ക്ക് കാരണം ദൈവഹിതമല്ലാത്ത തീരുമാനമായിരുന്നു, ദൈവഹിതമല്ലാത്ത സ്ഥലത്ത് വന്നതായിരുന്നു, ദൈവഹിതമല്ലാത്ത ബന്ധങ്ങളിൽ ഏർപ്പെട്ടതായിരുന്നു എൻ്റെ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം. അതുകൊണ്ട് നവോമി തീരുമാനിച്ചു, ഞാനിതാ ബത്ലഹേമിലേക്ക് ഞാൻ മടങ്ങിപ്പോവുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ദുരന്ത കഥ പറയാനല്ല ഞാൻ ആഗ്രഹിച്ചത്. ഈ അമ്മയുടെ ഒരു തിരിച്ചറിവ്, അമ്മയുടെ ഒരു മടങ്ങിവരവ്, ആ മടങ്ങിവരവ് ആ കുടുംബത്തിൻ്റെ ചരിത്രത്തെ തിരിക്കുന്ന ഒരു മടങ്ങിവരവായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, ഒരുപക്ഷേ നിങ്ങൾ ദൈവത്തിൽ നിന്നും ഒത്തിരി വിദൂരത്തിൽ പോയവരായിരിക്കാം. എത്ര ദൂരം നിങ്ങൾ അകന്നു പോയാലും നിങ്ങൾ അടുത്തേക്ക് ആകർഷിക്കുന്ന ഒരു ദൈവം ഇന്നും ആലിംഗനം ചെയ്യാനായി നമ്മെ കാത്തിരിക്കുന്നു. ആ മടങ്ങിവരവനായി ദൈവം കാത്തിരിക്കുമ്പോൾ നിങ്ങൾ തകർച്ച നേരിടുന്ന വ്യക്തിയാണോ, കുടുംബത്തിലാകാം, ബിസിനസ്സിലാകാം, ജോലിയിലാകാം, ഏത് മേഖലയിൽ നിങ്ങൾ തകർന്നടിഞ്ഞാലും യേശുവിലേക്ക് നിങ്ങൾ മടങ്ങി വരുമ്പോൾ ആ തകർച്ചയിൽ നിന്നും വീണ്ടും പടുതുയർത്തുന്ന ഒരു ദൈവത്തെയാണ് ഈ പകൽ ഞാൻ വിളിച്ചു പറയുന്നത്. അമ്മ തീരുമാനിച്ചു, ഞാൻ മടങ്ങിപ്പോകും. അപ്പത്തിൻ്റെ ഭവനം വിട്ടതാണ് ഈ നാശത്തിനെല്ലാം കാരണം, ഞാൻ മടങ്ങിപ്പോകും. അങ്ങനെ അവൾ മടങ്ങി വരാൻ തീരുമാനിക്കുമ്പോൾ രൂത്ത് പറഞ്ഞു, അമ്മേ, ഞാനുമുണ്ട്. ആമേൻ, എനിക്ക് അവൾക്ക് വേണമെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കാം. എന്നാൽ ആ അമ്മായിയമ്മയിൽ മറ്റുള്ളവരിൽ കാണാത്ത എന്തോ അവൾ കണ്ടു. ജീവനുള്ള ഒരു ദൈവത്തെ അവൾ കണ്ടു. അമ്മായിയമ്മയോട് പറ്റി നിന്നു. 2 പേരും കൂടെ തിരിച്ചു വരുന്നു. നാട്ടുകാരെല്ലാം കൂടെ സ്വീകരിക്കുന്നു. നവോമി പറയുന്നു, ആമേൻ, എന്നെ നവോമി എന്നല്ല മാറ എന്ന് വിളിപ്പിൻ, സകലതും എൻ്റെ ജീവിതത്തിൽ കയ്പായിരിക്കുന്നു, എല്ലാം അന്യപ്പെട്ടു പോയി. എന്നാൽ അവൾ മടങ്ങി വന്ന് കുടുംബജീവിതം വീണ്ടും ആരംഭിക്കുമ്പോൾ ചാരത്തിൽ നിന്നും ആ കുടുംബത്തെ മനോഹരമായി പടുത്തുയർത്തുന്ന മനോഹര ദൃശ്യം ആ അധ്യായങ്ങളിൽ എഴുതി ചേർത്തിരിക്കുന്നത് നമുക്കൊരു പാഠമായി വിരൽ ചൂണ്ടുകയാണ്. ഇന്ന് പകൽ നമ്മെല്ലാവരെയും ദൈവം സ്വാഗതം ചെയ്യുന്നു. ഏത് പ്രതിസന്ധിയായാലും ദൈവത്തിന് മാത്രമേ ഒരു പരിഹാരം തരാൻ കഴിയത്തുള്ളൂ. എന്നെ കേൾക്കുന്ന എല്ലാ വ്യക്തികളും കുടുംബജീവിതം പ്രവേശിക്കാൻ തുടങ്ങുന്ന റോയോടും ക്രിസ്റ്റിയോടും പറയാനുള്ളത്, പ്രഥമ സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. ഡിഗ്രി, സ്വാധീനം, സമ്പത്ത് എല്ലാം പുറകെ വരും. എന്നാൽ മുൻഗണന ദൈവത്തിന് കൊടുക്കുമ്പോൾ, തീരുമാനങ്ങൾ ദൈവഹിതപ്രകാരം എടുക്കുമ്പോൾ, സ്ഥലം ദൈവഹിതപ്രകാരം തിരഞ്ഞെടുക്കുമ്പോൾ, എത്ര ദൂരെ പോയാലും ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ ദൈവം നമ്മെ പണിയും. വക്കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും തള്ളിക്കളയുന്ന, പൊട്ടിച്ചു കളയുന്ന ഒരു ദൈവമല്ല, പണിതുയർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ കൊടുക്കുമ്പോൾ നമ്മുടെ ചിന്തയ്ക്കതീതമായ ദൈവം പണിയും. നവോമി തിരിച്ചു വരുന്നു. അവളുടെ മാറയുടെ അനുഭവത്തെ ദൈവം മാധുര്യമുള്ളതാക്കി മാറ്റുന്നു. ആ അമ്മയുടെ ഓരോ വാക്കും ആ മരുമകൾ അനുസരിച്ച് അവർ കൈകോട് കൈ കോർത്ത് പിടിച്ച് ഈ സത്യ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്ന ഈ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ അവർ തീരുമാനിച്ചപ്പോൾ അവിടെ ചരിത്രത്തെ ദൈവം മാറ്റി എഴുതി. യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയിലും കൂട്ടിച്ചേർക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളായി ഈ നവോമിയും രൂത്തും മാറി. ഇതിൻ്റെ പിന്നിൽ അമ്മയുടെ കണ്ണുനീര്, അമ്മയുടെ മടങ്ങിവരവ്. ഞാൻ പുരുഷനും സ്ത്രീക്കും ഭർത്താവിനും ഭാര്യയ്ക്കും തുല്യസ്ഥാനമുണ്ടെന്നൊക്കെ പറയുമ്പോഴും ഞാൻ സഹോദരിമാരോട് എപ്പോഴും പറയാറുണ്ട്, കുടുംബത്തെ നയിക്കുന്നത് പലപ്പോഴും അവിടുത്തെ കുടുംബ നായികമാരാണ്. വേദപുസ്തകം പറയുന്നു, സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറും. സാമർഥ്യം നമ്മുടെ കയ്യൂക്കിലല്ല, സ്വാധീനത്തിലല്ല, ഡിഗ്രിയിലല്ല. ദൈവഹിതപ്രകാരം മുന്നോട്ട് നീങ്ങുവാൻ തീരുമാനിക്കുമ്പോൾ, കാര്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്കെതിരായി, സ്വപ്നങ്ങൾക്കെതിരായി പോകുമ്പോഴും മുട്ടുമടക്കി ദൈവത്തോട് ആലോചന ചോദിച്ച് അതനുസരിച്ച് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതാണ് സാമർഥ്യം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ എഴുതുന്നു, ആമേൻ, അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നില്ല. ഈ സാമർഥ്യമുള്ളവൾ, വീട് പണിയുന്നവൾ, രാത്രിയും പകലായി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അമ്മ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഭാര്യ, ഭർത്താവിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി. ഒരുപക്ഷെ നിങ്ങൾക്കധികം സ്കില്ലില്ലായിരിക്കാം, ജോലിയില്ലായിരിക്കാം, എന്നാൽ കുടുംബത്തെ നയിക്കുന്നതിൽ വളരെ പ്രധാന പങ്ക് അമ്മമാർക്കുണ്ട്, അവിടുത്തെ ഭാര്യമാർക്കുണ്ട്. കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവമേൽപ്പിച്ച താലന്തുകൾ നിങ്ങൾ വ്യാപാരം ചെയ്യുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ ദൈവം മനോഹരമായി അനുഗ്രഹിക്കും.
തലമുറകളെ ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കും. ജാതികളുടെ സമ്പത്ത് അവരുടെ കയ്യിൽ വരും. ഇന്ന് പകൽ ഇതെല്ലാം പറയുമ്പോഴും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിക്കുവാൻ റോയിയും ക്രിസ്റ്റയും തയ്യാറെടുക്കുമ്പോൾ എൻ്റെ എളിയ ആഗ്രഹവും നമ്മുടെ പ്രാർത്ഥനയും ഇതാണ്: ദൈവം ഏത് ദേശത്തിൽ ഇവരെ അയച്ചാലും ആമേൻ. രണ്ടുപേരും ആമേൻ. റോയ് ഓൾറെഡി ജർമ്മനിയിലായിരുന്നു, ക്രിസ്റ്റ ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്നു, നേഴ്സാണ്. ആമേൻ. ഉയർന്ന ജോലി ലഭിക്കും, ഏത് രാജ്യത്ത് പോയും സെറ്റിലാകാം. എന്നാൽ നിങ്ങൾ ഏത് സ്ഥാനത്തിൽ ദൈവം അയക്കുന്നുവോ, എവിടെയാണോ ദൈവം ഉറപ്പിക്കുന്നത്, അവിടെ നിങ്ങളൊരു മിഷണറി കുടുംബമായി ജോലിയോടൊപ്പമോ അല്ലാതെയോ ദൈവം തരുന്ന നിയോഗപ്രകാരം കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു കുടുംബമായി നിങ്ങൾ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. നശിച്ചുകൊണ്ടിരിക്കുന്ന ആവേശത്തോടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന അനേകരും ചുരുക്കം ചില വർഷങ്ങൾക്കുള്ളിൽ അവിടെ കുടുംബങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ദൈവത്തോട് നിൽക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. അതുകൊണ്ട് പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ ഡിഗ്രിക്കല്ല, വിദ്യാഭ്യാസത്തിനല്ല, പണത്തിനല്ല, സ്വാധീനത്തിനല്ല. ദൈവത്തിന് മുൻതൂക്കം കൊടുത്ത് ജോലിയിൽ തിരക്കാകുമ്പോഴും ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് ദൈവസഭയിൽ വീണ്ടും ഒരു നെടും തൂണായി നിങ്ങളായിരുന്ന് കർത്താവിന് വേണ്ടി നിങ്ങൾ ശോഭിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അനേകർക്ക് മാതൃകയുള്ള ഒരു മാതൃക കുടുംബമായി നിങ്ങളെ മാറ്റും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പന്തളം ഹൈവേ ചർച്ചിൻ്റെ പേരുള്ളതായ എല്ലാ മംഗളാശംസകളും അഡ്വാൻസായി നേരുന്നു. ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.